ഇന്ന് പറയാൻ പോകുന്നത് അതായത് പ്രൗഡ് അക്കൗണ്ട് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിനെ പറ്റിയാണ്. അപ്പോൾ എന്താണ് ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ്? അതിന് മുൻപ് നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ട്രേഡ് ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലെ ഒരുപാട് ബ്രോക്കേഴ്സിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഏതൊക്കെ ടൈപ്പുള്ള ബ്രോക്കേഴ്സ് ഉണ്ട്? അതായത് ഫുൾ സർവീസ് ബ്രോക്കേഴ്സ്, ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ്, ബാങ്ക് ബ്രോക്കേഴ്സ്, റോബോ അഡ്വൈസേഴ്സ്, ഓൺലൈൻ ബ്രോക്കേഴ്സ്, ബ്രോക്കർ ആൻഡ് ഡീലേഴ്സ്, അതേപോലെ ഇൻട്രൊഡ്യൂസിംഗ് ബ്രോക്കേഴ്സ്, പ്രൈം ബ്രോക്കേഴ്സ്, എക്സിക്യൂഷൻ ഓൺലി ബ്രോക്കേഴ്സ്, ബൊട്ടീക് ബ്രോക്കേഴ്സ്, ഇങ്ങനെ ഒരുപാട് തരം ബ്രോക്കേഴ്സ് ഉണ്ട്. നമുക്ക് അല്ലെങ്കിൽ ട്രേഡിങ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഇതെല്ലാം അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡ് ഇതെല്ലാം ചെയ്യാനായിട്ട് ഡിമാറ്റ് അക്കൗണ്ട് എടുക്കാനും ഇങ്ങനെ ട്രേഡുകൾ ചെയ്യാനായിട്ടും നമുക്ക് ഇത്രയും ബ്രോക്കേഴ്സിനെ ഇനിയും ഒരുപാടുണ്ട് നമുക്ക് അവൈലബിൾ ആണ്. അതിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ബ്രോക്കേഴ്സുകളെ പറ്റിയാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നത് ബാങ്ക് ബ്രോക്കേഴ്സ്. ഇതെന്ന് പറയുന്നത് ബ്രോക്കർ ഫേം അവർ ഓൺ ആൻഡ് ഓപ്പറേറ്റഡ് ബൈ ബാങ്കുകളാണ്. അപ്പോൾ ആ ഒരു ബാങ്കിലെ കസ്റ്റമേഴ്സിന് ആ ഒരു ട്രസ്റ്റ് കൂടുതലായിരിക്കും. അതേപോലെ തന്നെ അവർ മെയിനായിട്ട് അവരുടെ കസ്റ്റമേഴ്സിൻ്റെ ബേസ് വെച്ചിട്ട് ആ ഒരു ബേസിൽ നിന്ന് തന്നെയാണ് അവരുടെ ഈ ഒരു ഡിമാറ്റ് അക്കൗണ്ട് എടുക്കുന്നതിനുമായിട്ട് ട്രേഡിങ് ചെയ്യുന്നതിനും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിനുമായിട്ട് ആ ഒരു ഓപ്ഷൻ എടുക്കുന്നത്. അതുപോലെ തന്നെ ഇവർ ബാക്കിയുള്ള ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് ചാർജ് കൂടുതലായിരിക്കും. പിന്നെ വരുന്നതാണ് ഫുൾ സർവീസ് ബ്രോക്കേഴ്സ്. ഇവരെന്ന് പറയുന്നത് ഈ ഒരു ട്രേഡിങ്ങിനെ പറ്റി ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി ഒരു വൈഡ് ഓഫ് അവർക്ക് റിസർച്ച് ഉണ്ടാവും, എക്സ്പേർട്സ് ഉണ്ടാവും. ആ ഒരു എക്സ്പേർട്ട് നോളജ് നമുക്ക് കിട്ടും. നമുക്ക് അധികം ഇതിന് ഒരു ട്രേഡിങ്ങിനെ പറ്റിയോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി അധികം അറിഞ്ഞില്ലെങ്കിലും നമുക്ക് ഇവരുടെ നല്ല സപ്പോർട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ ഇവർ മെയിനായിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ കൊടുക്കുക, പോർട്ട്ഫോളിയോ കൊടുക്കുക, അങ്ങനെയാണ് ഇവരായിട്ട് മെയിൻ ചെയ്യുന്നത്. ഇവർക്കും ഈ ഒരു ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിനെ അപേക്ഷിച്ച് ചാർജുകൾ കൂടുതലായിരിക്കും. പിന്നെ വരുന്നതാണ് ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ്. ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് നിങ്ങൾക്കറിയാം, സെറോദ, അപ്സ്റ്റോക്ക്, അതുപോലെ തന്നെ ഗ്രോ ഫെയർസ്, പേടിഎം മണി, അങ്ങനെ ഒരുപാട് ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് നമുക്ക് തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതായത് അവരെന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ നമുക്കൊരു പ്ലാറ്റ്ഫോം തരാണ്. നമുക്ക് എവിടെ വേണമെങ്കിലും, അതായത് ഈ സ്റ്റോക്കിലോ അല്ലെങ്കിൽ ഇൻഡെക്സ് ഫണ്ടിലോ, അതായത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിലോ അല്ലെങ്കിൽ കറൻസീസിൽ, റിയൽ എസ്റ്റേറ്റ്സിൽ, ETF ഇതിലെല്ലാം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഈ ഒരു ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് വഴി പറ്റും. താരതമ്യേന മറ്റുള്ള ഈ ഒരു ഫുൾ ടൈം ബ്രോക്കേഴ്സ് അല്ലെങ്കിൽ ബാങ്ക് ബ്രോക്കേഴ്സിനൊക്കെ വെച്ച് ഇവർക്ക് ചാർജ് കുറവുമാണ്. ഇവരെ നമുക്ക് അതായത് സെൽഫായിട്ട് ചെയ്യണം എന്നുള്ളവർക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനാണ് ഈ ഒരു ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ്. ഇപ്പോൾ ഒരുപാട് പേര് ചെയ്യുന്നതും ഈ ഒരു ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിലാണ്. അപ്പോൾ ഏതാണ് ഏറ്റവും നല്ല ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇൻഫർമേഷൻ വേണ്ടി ചാനൽ ഫോളോ ചെയ്യുക. നമ്മൾ ഈ ചാനൽ പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഫിനാൻസ്, ടാക്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ട്രേഡിങ് ഇതിനെ പറ്റിയാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.